ആന്റോ ആന്റണി എംപിക്കെതിരെ ഗുരുതര ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ രാജു ജോർജ് 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകിയിട്ട് തന്നെ വഞ്ചിച്ചു എന്നാണ് ആരോപണം. 2 മാസത്തിനകം തിരികെ നൽകുമെന്ന് പറഞ്ഞ് കൈപ്പറ്റിയ പണം 7 വർഷമായിട്ടും തിരികെ ലഭിച്ചില്ലെന്നും രാജു ജോർജ് ആരോപിക്കുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. ആന്റോ ആന്റണിയുടെ കാശ് കിട്ടാത്തതിനെ സംബന്ധിച്ച് എന്താണ് അടുത്ത നടപടി എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിലും മറ്റ് ED-യിലും എല്ലാവരുടെയും കയ്യിലുള്ള വിഷയമാണ്. അനിൽ ജോർജ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനിൽ ജോർജ്, ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് 2 ദിവസമായി വാർത്തകളിൽ നിറയുകയാണ്. ഈ തന്ത്രി കണ്ഠര രാജീവര് 2.5 കോടിയോളം രൂപ ഇവിടെ നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ KP ഉദയഭാനു പറയുന്നുണ്ടായിരുന്നു തന്ത്രി നിക്ഷേപിച്ച അതേ തുക ആന്റോ ആന്റണി കൈപ്പറ്റി എന്ന് പറഞ്ഞിരുന്നു. ഒരു ആരോപണം അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം ED-യുടെ റെയ്ഡ് ഇവിടെ വന്നിരുന്നു. നിലവിൽ ഈ രാജു പറയുന്നത്, ഉടമ പറയുന്നത് ഒരു 2 കോടിയുടെ കണക്കാണ് ആന്റോ ആന്റണി എംപിക്കെതിരെ. എന്താണ് വിശദാംശങ്ങൾ? ശമലി, നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാപനം നിലവിൽ ഇല്ല. ആ സ്ഥാപനം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അടച്ചുപൂട്ടി പോവുകയും ചെയ്തു. ഇതിൽ സംബന്ധിച്ചുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസ് കടന്നു വരുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്ന നിലയിൽ ആണ് വാർത്തകൾ വരികയും മറ്റും ചെയ്തത്. ഈ കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉടമ രാജു വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തത്. തന്ത്രി അടക്കം ആർക്കും തന്റെ നിലവിലുണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഒരു നിക്ഷേപവും ഉണ്ടായിരുന്നില്ല എന്ന് രാജു വ്യക്തമാക്കുന്നു. ഇത്തരം കഥകൾ എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. SIT തന്നെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നിക്ഷേപം ഉണ്ട് എങ്കിൽ ആദ്യം അറിയേണ്ടത് SIT-ക്കായിരുന്നല്ലോ. പക്ഷെ അവരാരും തന്നെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് രാജു പറയുകയും ചെയ്യുന്നു. എന്നാൽ ആന്റോ ആന്റണിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പലതവണ ഈ ആന്റോ ആന്റണി വന്നിരുന്നു. ഈ പ്രചരണത്തിന്റെ ഭാഗമായി 2 കോടി രൂപ പലിശയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് വർഷം 7 കഴിഞ്ഞിട്ടും പലിശയും കിട്ടിയില്ല, മുതലും കിട്ടിയില്ല എന്ന സാഹചര്യമാണുള്ളത്. ഇതെല്ലാം പുതിയ കമ്പനി, അതായത് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിനെ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ കമ്പനിക്ക് ഈ ആസ്തി ബാധ്യതകളെല്ലാം കൈമാറിയിട്ടുണ്ട്. അവർ അക്കാര്യങ്ങൾ നോക്കും എന്ന കാര്യവുമാണ് രാജു പറയുകയും ചെയ്യുന്നത്. അനിൽ ജോർജ് വിവരങ്ങൾ നൽകി.